ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ഹാലോ ആൽക്കൈൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള SN1 മെക്കാനിസവും അതുപോലെ തന്നെ SN2 മെക്കാനിസവും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണം. ആർക്കെങ്കിലും നമ്മുടെ നീറ്റ് ഓൺലൈൻ കോച്ചിംഗ് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. അപ്പൊ എന്താണ് ഈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള ടേംസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നോർമൽ ലെവലില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് അറിയാം. ഒപ്പം തന്നെ ഈ ഒരു വേവ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? ഓസിലേഷൻസ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ലൈറ്റിനെ നമ്മൾ ഫിസിക്സിലെ സാധാരണ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോട്ട് ആയിട്ട് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ ലൈറ്റ് ഈ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ വൈബ്രേഷൻ ഒന്നുമില്ലെങ്കിൽ ഈ പ്ലെയിന് പാരലൽ ഡയറക്ഷനിൽ ഉണ്ടായിരിക്കും. ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുമായിട്ടുള്ള ഒരു വൈബ്രേഷനുമായിരിക്കും കാണാം. അങ്ങനെയുള്ള ലൈറ്റുകളെ നമ്മൾ സാധാരണ പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന പേരിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ല, എന്താണ് പറയുന്നത്? അൺപോളറൈസ്ഡ് ലൈറ്റ്. എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേഷൻ കാണിക്കുന്ന ലൈറ്റിനെ നമ്മൾ എന്ത് പറയുന്നു? അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രിസം വഴി നമ്മൾ പാസ് ചെയ്യിപ്പിക്കുകയാണ്. ആ പ്രത്യേക തരത്തിലുള്ള പ്രിസത്തിനെ പറയുന്ന പേരാണെന്ത്? നിക്കോൾ പ്രിസം എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ നിക്കോൾ പ്രിസത്തിന്റെ ഇതിലേക്ക് അൺപോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുന്നു. അൺപോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം അല്ലെങ്കിൽ ഒരു യൂണിക് ഡയറക്ഷനിൽ മാത്രം വൈബ്രേഷൻ ഉണ്ടാകുന്ന ഒരു ലൈറ്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. കറസ്പോണ്ടിങ് ലൈറ്റിനെ പറയുന്ന പേരാണെന്ത്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്നാണ് പറയാ. എന്താണ് പറയാ? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഇത് എന്ന് പറയുമ്പോൾ ഒരു ഓൺലി വൺ ഡിറക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്? യൂണി ഡിറക്ഷൻ വൈബ്രേഷൻ മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. ഇങ്ങനെയുള്ള ലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന പേരിലും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത്? അതായത് എ ബീം ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് when passed through a sample of chiral compound interacts with the compound in such way that the angle will rotate. And this property is called optical activity. അപ്പൊ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് നമുക്കിവിടെ കിട്ടി കഴിഞ്ഞു അല്ലെ? ഇങ്ങനെ വന്നിട്ടുള്ള ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോമ്പൗണ്ടിലേക്ക് ഞാൻ ഇങ്ങനെ പാസ് ചെയ്യിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ ഒരു കോമ്പൗണ്ടിലേക്ക് ഞാനിങ്ങനെ പാസ് ചെയ്യിപ്പിക്കുന്നു. ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ട്? ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന പേരിലാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറയുന്നു. ഈ ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ടിന് പറയുന്ന മറ്റൊരു പേരാണ് കൈറൽ കോമ്പൗണ്ട് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എന്താണ്? കൈറൽ കോമ്പൗണ്ട് ആണ്. കൈറൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അത് കാർബണാറ്റ് ആയിരിക്കും. കാർബണാറ്റത്തിന്റെ 4 സിംഗിൾ ബോണ്ടിൽ ഒരു ഹൈഡ്രജൻ ആറ്റം പ്രസന്റ് ആയിട്ടുള്ള ബാക്കി 3 വ്യത്യസ്തമായിട്ടുള്ളതിന് പറഞ്ഞ പേരാണത് കൈറൽ കോമ്പൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് കൈറൽ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും? കൈറൽ പ്രോപ്പർട്ടി. കൈറൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അതിനുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഈ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ടിലേക്ക് പാസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ കിട്ടുക വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് നമുക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. 2 തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകാം. ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ ലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്? +y കോർഡിനേറ്റിലാണ് ഈ സാധനം നിൽക്കുന്നത് അല്ലെ? ഇതിന് വേണമെന്നുണ്ടെങ്കിൽ 2 സിറ്റുവേഷൻസ് ഇവിടെ വരാം. അതായത് ഇങ്ങനെ നിന്നിരുന്ന ആളുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറാം? ഇതേപോലെ വൈബ്രേഷൻ സംഭവിക്കുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
ആദ്യം എല്ലാവരും സ്ട്രൈറ്റ് ലൈനിലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാര് പതുക്കെ വലതുവശത്തേക്ക് എന്ത് സംഭവിക്കുന്നു? അതിന്റെ റൊട്ടേഷന് മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലേക്ക് എന്ത് സംഭവിക്കുന്നു? ഈ ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടുകളെ നമുക്ക് പറയുന്ന ഔട്ട്പുട്ട് റൊട്ടേഷനെ പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? ഡെക്സ്ട്രോ റൊട്ടേഷൻ എന്ന പേരിൽ പറയുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പോസിറ്റീവ് സൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ ഡി കൊണ്ട് റെപ്രസെന്റ്. അപ്പൊ എന്താണ് ഈ ഡെക്സ്ട്രോ റൊട്ടേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അതിനൊരു ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ടിലേക്ക് നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റും ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടും അല്ലെങ്കിൽ ചിറാലിറ്റി പ്രോപ്പർട്ടി ഉള്ള കോമ്പൗണ്ടും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുന്നു. ആ ഇന്ററാക്ഷന്റെ ഫലമായിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ലൈനിൽ നിന്നുണ്ടായിരുന്ന വൈബ്രേഷൻ എന്തായിട്ട് മാറുന്നു? ക്ലോക്ക് വൈസ് ഡിറക്ഷനിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഓസിലേഷന് ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് റൊട്ടേഷനെ പറയുന്ന പേരാണെന്ത്? ഡെക്സ്ട്രോ റൊട്ടേഷൻ എന്ന പേരിൽ മാർക്ക് ചെയ്യുന്നു. ഇനി എല്ലാ സന്ദർഭങ്ങളില് ഈ ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ടിലേക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ടുമായിട്ട് ഇന്ററാക്ഷൻ നടന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ ലൈറ്റ് എന്ത് സംഭവിക്കുന്നു? ഒരു ഡിറക്ഷനിലേക്ക്, അതായത് ഇത് ഇടതുവശത്തേക്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് എന്തായിട്ട് മാറുന്നു? ഇത് വലതുവശത്തേക്കായിരുന്നു, ഇത് ഇങ്ങനെ സംഭവിക്കുന്നു ഇടതുവശത്തേക്കായിരിക്കും അതിന്റെ റൊട്ടേഷൻ കാണിക്കുക. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് പറയാൻ പറ്റും? ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലേക്ക് എന്ത് സംഭവിക്കുന്നു? ഷിഫ്റ്റ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് സംഭവിക്കുന്നു. സോ അതിനെ നെഗറ്റീവ് സൈൻ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ പറയുന്ന ആ റൊട്ടേഷനെ പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? ലീവോ റൊട്ടേഷൻ എന്ന പേരിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ട് തരത്തിലുള്ള റൊട്ടേഷൻ പോസിബിൾ ആയിട്ട് മാറി. ഒന്ന് വലതുവശത്തേക്കും, രണ്ട് എന്ന് പറയുന്നത് ഇടതുവശത്തേക്കും. വലതുവശത്തേക്കാണെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേഷൻ എന്ന് പറയാം, ഇടതുവശത്തേക്കാണെങ്കിൽ ലിവോ റൊട്ടേഷൻ എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായത്? ഇനി ഇവിടെ ഉപയോഗിക്കുന്ന ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത് നോർമൽ ലെവലില് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ലൈറ്റ് സോഴ്സ് അതായത് അൺപോളറൈസ്ഡ് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഡി ലൈൻ ഓഫ് സോഡിയം ലാമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സോഡിയം ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോഡിയത്തിൽ നിന്നും വരുന്ന ഡി ലൈൻസ് ആണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കണ്ടെത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഡി ലൈൻ ഓഫ് സോഡിയം വേവിന്റെ ലാംഡ വാല്യൂ എത്രയാണെന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് 589 നാനോമീറ്റർ, അല്ലെങ്കിൽ 589 × 10⁻⁻9 മീറ്റർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് നമ്മൾ ശേഖരിച്ച് വെക്കുന്ന അതിനെ പറയുന്ന പേരാണ് സാമ്പിൾ ട്യൂബ് എന്ന പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. എന്താണ് പറയുന്നത്? സാമ്പിൾ ട്യൂബ് എന്ന് പറയാറുണ്ട്. ഇത് എന്ന് പറയുന്നത് 1 ഡെസിമീറ്റർ, അല്ലെങ്കിൽ അതിന്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും നമ്മളിവിടെ എടുക്കേണ്ടത്. ഇനി ഈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിനെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിവിടെ ഉപയോഗിക്കുന്ന അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ലാംഡ എത്രയാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ലാംഡ വളരെ പ്രധാനമായതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലാംഡ 589 നാനോമീറ്റർ ഉള്ളത് ഉപയോഗിക്കാനായിട്ടുള്ള കാരണം. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ചിറാൽ സാമ്പിൾ, ഈ ചിറാലായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ നമ്മൾ ഏതാണോ ചിറാലായിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ എന്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിറാൽ സാമ്പിൾ എന്ന് പറയുന്നത് വളരെ അധികം പ്രധാനപ്പെട്ടതാണ്. ചിറാൽ സാമ്പിൾ വളരെ അധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? പിന്നെ പാത്ത് ലെങ്ത് ഓഫ് ദി ട്യൂബും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതായത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവത്തിന്റെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടതാണ്.
അപ്പൊ നമുക്ക് ലീവോ റൊട്ടേറ്ററി അല്ലെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഏറ്റവും നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ചിറാൽ സാമ്പിൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയണത്? പാത്ത് ലെങ്ത് ഓഫ് ദി സാമ്പിൾ ട്യൂബ്, പാത്ത് ലെങ്ത് ഓഫ് ദി സാമ്പിൾ ട്യൂബ്. ഇത്രയും കാര്യങ്ങൾ ഇതിനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനിയും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പറയാനുണ്ട്. അത് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.